ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യയെ മുറിയിലാക്കിയതിനു ശേഷം അരുൺ പോകാനൊരുങ്ങുമ്പോൾ ഐശ്വര്യ അരുണിനെ പിടിച്ചു നിർത്തുകയാണ്. എന്താ അരുൺ ഇത്? എനിക്ക് വയറുവേദന എന്ന് പറഞ്ഞിട്ട് അരുൺ എന്താ അനങ്ങാത്തത്? ഈ സമയത്ത് ഗർഭിണികൾക്കൊക്കെ വയറുവേദന വരുന്നതാ. ഞാനും അരുൺ എൻ്റെ അടുത്തിരിക്കാൻ എന്തോരം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? അരുൺ എൻ്റെ വയറൊന്ന് തടവി തന്നേ, അപ്പോൾ എൻ്റെ വേദനയൊക്കെ മാറും. ഇത് കേൾക്കുന്ന അരുൺ അതൊന്നും ശരിയാകില്ലെന്ന് പറയുമ്പോൾ ഐശ്വര്യ നിർബന്ധിച്ച് അരുണിന്റെ കൈയെടുത്ത് തന്റെ വയറിൽ വെക്കുകയാണ്. കുഞ്ഞിന്റെ അച്ഛൻ വന്നെന്ന് അവൻ അറിഞ്ഞെന്നാ തോന്നുന്നത്. അരുൺ കേൾക്കുന്നുണ്ടോ കുഞ്ഞിന്റെ തുടിപ്പ്? ഇത് കേൾക്കുന്ന അരുൺ ആകാംക്ഷയോടെ ഐശ്വര്യയോട് ചോദിക്കുകയാണ്. എന്താ, കുഞ്ഞ് അനങ്ങുന്നുണ്ടെന്നോ? അതെ അരുൺ. അരുണിന്റെ ശബ്ദം കേൾക്കണോ? കേൾക്കണമെങ്കിൽ എന്റെ വയറിൽ ചെവി വെച്ച് നോക്കാൻ പറഞ്ഞ് അരുണിന് ബലമായി തന്റെ വയറിൽ ചെവി വെപ്പിച്ച് നോക്കുകയാണ് ഐശ്വര്യ. എനിക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ലെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്. അരുണിന് എന്നോടെന്ന പോലെ കുഞ്ഞിനോടും ദേഷ്യമാ, അതാ ഇതൊന്നും കേൾക്കാത്തത്. പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ. എനിക്ക് ദിവസം കൂടുന്തോറും അരുണിനോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. അല്ല, അരുണിന് പെൺകുഞ്ഞ് വേണോ ആൺകുഞ്ഞ് വേണോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, എനിക്ക് പെൺകുട്ടി മതി. ഓ, മൂത്തത് പെണ്ണാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇളയതും പെണ്ണു മതിയെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന അരുൺ ഐശ്വര്യ നോക്കുമ്പോൾ ഐശ്വര്യ പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. എനിക്ക് അരുണിന്റെ മടിയിൽ കിടക്കണം, ഇന്നെനിക്ക് മടിയിൽ കിടന്ന് വേണം ഉറങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അരുണിന്റെ മടിയിൽ കിടക്കുകയാണ്. ശ്രീകുട്ടി വിളിച്ചിട്ട് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ടെൻഷനിലിരിക്കുകയാണ് അരുൺ. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ഇതുവരെ അരുണങ്കിളിനെ കണ്ടില്ലല്ലോ, ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി അരുണിനെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന അശ്വതി അത് തടയുകയാണ്. അരുണങ്കിളിന് എന്തെങ്കിലും തിരക്കായിരിക്കും, അതുകൊണ്ടാ വരാത്തത്, ഇനി വിളിക്കേണ്ടെന്ന് അശ്വതി പറയുന്നുണ്ടെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീകുട്ടി. മുത്തശ്ശി വഴക്കു പറയുമെന്ന് പേടിച്ചിട്ടാണോ അമ്മ വിളിക്കണ്ടെന്ന് പറയുന്നതെന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അശ്വതിയുടെ അമ്മ വരികയാണ്. തുടർന്ന് ശ്രീകുട്ടിയെ സമാധാനിപ്പിച്ച് വനജ അകത്തേക്ക് വിടുന്നു. തുടർന്ന് വനജ ചോദിക്കുകയാണ്, അവനോ അവന്റെ വീട്ടുകാരോ ഇന്നേവരെ നിന്നെ അവന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. പോട്ടെ, അവന്റെ വീട്ടിൽ വേണ്ട, ഒരു വാടക വീടെടുത്ത് നിങ്ങളെ രണ്ടിനെയും അവിടെ താമസിപ്പിക്കാലോ. അവനോടുള്ള ഇഷ്ടം പാവം കുഞ്ഞിന്റെ മനസ്സിൽ ഇത്രയധികം കുത്തിവെക്കുമെന്ന് ഞാൻ കരുതിയില്ല. 10 പേരുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ വേണ്ട ഈ വീട്ടിൽ വെച്ചെങ്കിലും അവനെ അച്ഛ എന്ന് വിളിക്കാനുള്ള അധികാരം അവൻ ആ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടോ? വല്ലപ്പോഴും 2 ഐസ്ക്രീമും കുറച്ച് മിഠായും വാങ്ങിക്കൊടുത്താൽ അതോടെ അവന്റെ കടമ തീരുമോ എന്ന് വനജ ദേഷ്യത്തോട് ചോദിക്കുന്നു. അരുണിന് 10 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ പ്രദർശിപ്പിക്കാനേ ഒരു ഭാര്യയുണ്ട് ഐശ്വര്യ. നിന്റെ കുഞ്ഞ് വലുതാകുമ്പോൾ അവൾ നിന്നോട് ചോദിക്കും അച്ഛൻ ആരാണെന്ന്. അപ്പോൾ നിനക്ക് ധൈര്യത്തോടെ അരുണിനെ ചൂണ്ടിക്കാണിച്ച് പറയാൻ സാധിക്കുമോ അവനാണ് നിന്റെ അച്ഛനെന്ന്? ഐശ്വര്യയാണ് അവന്റെ യഥാർത്ഥ ഭാര്യ. ഇവിടെയുണ്ടല്ലോ, അവൻ നിനക്ക് വെറും വെപ്പാട്ടിയുടെ സ്ഥാനമാ തന്നിരിക്കുന്നത്. ഇനി അരുണിനെ ഈ വീട്ടിൽ കാലുകുത്താൻ ഈ വനജ സമ്മതിക്കില്ല. അവനെങ്ങാനും കാലുകുത്തിയാലേ അവന്റെ കാല് ഞാൻ തല്ലിയൊടിക്കുമെന്നും വനജ പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. കുഞ്ഞിനു വേണ്ടി ഉടുപ്പ് തുന്നുകയാണ് ശ്യാമ. അതേസമയം അഖിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, താനിതെന്തുവാ തയ്ക്കുന്നതെന്ന് അഖില ചോദിക്കുമ്പോൾ ശ്യാമ ആ ഉടുപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിട്ടാ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല ചേലായിരിക്കുമല്ലേ എന്ന് അഖില ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതെ, പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അല്പസ്വല്പമല്ല കൂടുതൽ തന്നെയാകും വികൃതി. അഖിൽ സാർ കുഞ്ഞിലെ നല്ല വികൃതിയായിരുന്നെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അഖിലിന്റെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ് ശ്യാമ. അങ്ങനെ അവര് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന വസുന്ധരയാണ്. അതേസമയം എല്ലാവരും താഴേക്ക് വരികയാണ്. തുടർന്ന് വർമ്മ പറയുകയാണ്, ഇപ്പോൾ ഈ നിമിഷം തീരുമാനിക്കും നമ്മുടെ കമ്പനിയുടെ അടുത്ത MD-യും ചെയർപേഴ്സണും ആരാണെന്ന്. എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുക, എന്നാലേ നമുക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ. തുടർന്ന് അരുൺ പറയുകയാണ്, അച്ഛാ, എന്റെ അഭിപ്രായം കമ്പനിയുടെ MD സ്ഥാനത്ത് അഖി വരണമെന്നാണ്. അതേ അഭിപ്രായം തന്നെയാ എനിക്കുള്ളതെന്നും ആദ്യം പറയുമ്പോൾ അഖിൽ പറയുകയാണ്, എന്നാലേ എനിക്ക് മറ്റൊരു അഭിപ്രായമാ ഉള്ളത്. കമ്പനിയുടെ MD സ്ഥാനത്ത് വരേണ്ടത് ആദിയേട്ടനാണ്. ഇത് കേൾക്കുന്ന അമൃതയ്ക്ക് സന്തോഷമാവുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.